ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാസ്തയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം വെള്ളത്തിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 8-10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. പാൻ എടുത്ത് വെക്കുക. അതിനുശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുനുകുന അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് അമൂൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അതുകൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് പോരാത്തത് കൊണ്ട് കുറച്ച് ക്രീമും കൂടെ ഞങ്ങൾ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്രീം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കുക. കാരണം എന്ന് വെച്ചാൽ പാസ്തയിൽ ഫുള്ളായിട്ട് ക്രീമെല്ലാം മിക്സ് ആവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുകൊണ്ടാട്ടോ പറഞ്ഞേ. അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത്, ഓർഗാനോ, ചില്ലി ഫ്ലേക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇടാം കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അതൊന്നും ഇടാഞ്ഞത്. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ പാത്രത്തിലോട്ടെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്.